ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് നക്ഷത്രപ്പുളി വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കിയാലോ. നമ്മൾ നക്ഷത്രപ്പുളി അഥവാ കരമ്പോള എന്ന് പറയും. അതൊരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളൊരു ഫ്രൂട്ടാണ്. ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സിൻ്റെ ഒരു കലവറ കൂടിയാണ് ഈ സ്റ്റാർ ഫ്രൂട്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്. ഇതിന് ഇത്രയും നല്ല ഗുണങ്ങളുണ്ടെന്ന് എനിക്ക് അടുത്താണ് മനസ്സിലായത്. ഇതധികം ഞങ്ങൾ ഉപയോഗിക്കാറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ധാരാളം ഞങ്ങളുടെ മരത്തിൽ കാണാറുണ്ട്. അപ്പം ഞാനിന്ന് അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പിലിട്ടത് ഉണ്ടാക്കാൻ പോകാം. നമ്മുടെ നോർമൽ ഉപ്പിലിട്ടത് സ്റ്റാർ പുളി വെച്ചിട്ട്, ഞങ്ങൾ സ്റ്റാർ പുളി എന്നാണ് വിളിക്കുക, നക്ഷത്രപ്പുളി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ പറമ്പിലിറങ്ങിയിട്ട് എന്താ പറയുക, ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിറയെ ഉണ്ട് മരത്തിൽ, നിറയെ പഴുത്ത കളറിലാണുള്ളത്. കൂടുതലും പഴുത്ത് പോയി, പച്ച കളറും ഉണ്ട്. നമുക്ക് ഏതായാലും കുഴപ്പമില്ല, പഴുത്തായാലും പച്ചയായാലും കുഴപ്പമില്ല. പഴുത്താകുമ്പോൾ പുളി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തത് നോക്കി നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഒരുപാട് പഴുത്തതും അല്ലെന്ന് ഒരുപാട് പച്ചയല്ലാത്തതാണ് ഞാൻ പറിച്ചിട്ടുള്ളത്. അത് പറിച്ചിട്ട് നേരെ കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം അതിലകത്ത് പുഴുക്കൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിൽ നമ്മൾ വേറൊന്നും പെസ്റ്റിസൈഡ് കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ അതൊന്നും പേടിക്കേണ്ട. പക്ഷേ ഇൻസെക്റ്റുകൾ, കുഞ്ഞു പ്രാണികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കാൻ പോവല്ലേ. ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മളത് വൃത്തിക്ക് ചെയ്യണമല്ലോ. അപ്പം നമ്മളതൊന്ന് അങ്ങനെ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും കുത്തുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിടുന്നത്. നിറയെ ഉണ്ട്. ഭൂരിഭാഗം ഫ്രൂട്ടും ഹൈറ്റിലാണുള്ളത്. എനിക്ക് എത്തുന്ന സ്ഥലത്തൊക്കെ നോക്കിയിട്ട് ഞാൻ കയറിയും ഇറങ്ങിയൊക്കെ നിന്ന് പറിക്കുകയാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാഹസികമായി ഫ്രൂട്ട്സൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞു ജന്തുക്കളൊക്കെ എന്നെ കുത്തുന്നുണ്ട്. കാരണം അവിടെ നിറച്ച് ഉറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കൈയൊക്കെ ഇട്ട് പറിക്കുകയാണ്, പറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പറിച്ച് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് പോയിട്ട് ഇത് ഉപ്പിലിടാനുള്ള പരിപാടികൾ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ പുളിനെ കുഞ്ഞായിട്ട് മുറിക്കണം, ഇതുപോലെ. അപ്പോൾ കണ്ടോ, ഇത് മുറിക്കുമ്പോൾ തന്നെ സ്റ്റാറിൻ്റെ ഷേപ്പിലാവും ഉണ്ടാവുക. നമുക്ക് ഇതിനൊക്കെ ഓരോ ജാറിൻ്റെ ഉള്ളിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. ഇതൊരു ഗ്ലാസ് ജാറാണ്, ഉപ്പിലിടാൻ നല്ലത്. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ പുളിയൊക്കെ അതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. മുഴുവൻ നമ്മൾ അരിഞ്ഞിട്ടുള്ളതെല്ലാം, കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ, അത് നമ്മൾ അരിഞ്ഞിട്ട് ഇതേപോലെ അതിനകത്തേക്ക് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉപ്പിലിടുക, ഞാനിങ്ങനെയാണ് ഉപ്പിലിടൽ. അത് നിറച്ചതിന് ശേഷം ഒരു സെമി ഹോട്ട് വാട്ടർ നമ്മൾ ആഡാക്കി കൊടുക്കുകയാണ്. അതായത് അധികം തണുപ്പില്ല എന്നാൽ അധികം ചൂടില്ലാത്ത വെള്ളമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതെടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉപ്പ് വേണമല്ലോ, നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ ചൂടുവെള്ളം ആക്കിയതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് വേണം, ഒരു എരിയൊക്കെ വേണ്ടേ, ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് കുറച്ച് മുളകിടാം. അപ്പോൾ മുളക് എന്ന് പറയുന്നത് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് കൊളസ്ട്രോളൊക്കെ റെഡ്യൂസ് ചെയ്യും. സോ അത് നമ്മൾ ഇങ്ങനെ ഉപ്പിലിടുമ്പോൾ കൂടെ കുറച്ച് മുളക് ഇടുന്ന ഒരു ഫ്ലേവറും കിട്ടും, എന്നാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. കുറച്ച് മുളക് എടുത്തിട്ട് അതിലിട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സിന്തറ്റിക് വിനെഗർ, വളരെ കുറച്ച് മതി, അതും ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർത്താൽ മതി. എന്നിട്ട് അടപ്പിച്ചിട്ട് നന്നായിട്ട് അടച്ചിട്ട് നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട് റെഡി ആയപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.